നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അന്ത്യകാലത്ത് സകല മനുഷ്യരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകരേണ്ടതിനായി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസിക പീഡകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകുന്ന നന്മയും അനുഗ്രഹവും ഓരോ കുടുംബത്തിലും ഉണ്ടാകേണ്ടതിനായി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സൗഖ്യമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, മാനസികമായി തകർന്നിരിക്കുന്നവരുണ്ട്, സമാധാനമില്ലാത്തവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ അങ്ങ് നൽകുന്ന സൗഖ്യവും സ്വാതന്ത്ര്യവും അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ആകാശം കീഴിലുള്ള സകല രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഓരോ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവിക അനുഗ്രഹത്താൽ എല്ലാ രാജ്യവും നിറയപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളുടെ ഇന്ത്യയെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ഓരോ ഭരണാധികാരിയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഓരോ സ്റ്റേറ്റിലും കർത്താവെ അങ്ങയുടെ അനുഗ്രഹത്തെ അങ്ങ് പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഓരോ ജില്ലയും യേശുവെ അങ്ങനെ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ഞങ്ങളുടെ ദേശത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ദേശത്തുള്ള കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്ഥാപനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃഷി മേഖലകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വരുമാന മേഖലയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്കൂളുകൾ, കോളേജുകൾ കർത്താവ് എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, യാത്ര ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യം കൊണ്ട് എല്ലാവരും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആപത്തുകൾ, അപകടങ്ങൾ ഒന്നുമില്ലാതെ എല്ലാവരെയും അങ്ങ് സംരക്ഷിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിലൊക്കെ ദൈവിക സമാധാനം എല്ലാവർക്കും ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ പിതാവേ, ഇന്നേ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്ത്രീ സമൂഹത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ഭാരത്തിലൂടെ, കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, തീരാവ്യാധികളാൽ കിടക്കമേലായിപ്പോയവർ, മാനസിക സംഘർഷ നിമിത്തം ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ടവർ, പാർക്കിൻസൺസ് എന്ന രോഗത്താൽ വിഷമിക്കുന്നവർ, കർത്താവെ മറവി രോഗത്താൽ വിഷമിക്കുന്നവർ, യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യവും സമൃദ്ധമായ ജീവനും അവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനാഥരെ, വിധവമാരെ, അശരണരെ, ദുഃഖിതരെ, ക്ഷീണിതരെ, ബലഹീനരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരുടെ യാത്രകൾ ക്ഷേമമാകട്ടെ, അനർത്ഥം കൂടാതെ സംരക്ഷിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും എക്സാമിനുമായി പോകുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. മികവിൻ്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കുമാറാകണം. കർത്താവെ, ഇന്ന് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ, വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് ചെയ്തു തീർക്കേണ്ട സകല കാര്യങ്ങളും കൃത്യതയോടെ വേഗത്തിൽ ചെയ്തെടുക്കാൻ ദൈവിക പരിജ്ഞാനവും ആലോചനയും നൽകി തൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray this morning for each of our brothers and sisters. Lord, we just pray for healing, touch, Lord, health restorations for each and every one. Lord God, we just pray, Lord, for each and every sons and daughters today. Lord, we pray that you shall heal them, bless them, and keep them, O Lord God. Almighty Father in heaven, we pray for the going to school today, Lord. We pray for the travel journeys, Master. Lord God, we just pray for healing touch, Master, for each and every one of them, Lord. All this we ask your holy name. Pray, amen. കർത്താവെ, വർഷങ്ങളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങളെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട മക്കളെ അവർക്ക് ലഭിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്യാരിങ് സ്റ്റേജിലായിരിക്കുന്ന സഹോദരിമാരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്ന നവജാത ശിശുക്കളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ കുഞ്ഞിനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകുന്ന സൗഖ്യം, സമാധാനം, വിടുതൽ ഓരോ കുടുംബത്തിലേക്കും കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, സ്വന്തമായി വീടില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ, സ്വപ്നം പോലെ ദൈവമേ നല്ല വീട് അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ്, ലോണിന് വേണ്ടിയൊക്കെ അപേക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് ആ കാര്യങ്ങളൊക്കെ വേഗം സാധ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വീട് പണി ആരംഭിച്ച പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ പണി മുടങ്ങി പോകാതെ അത് ഭംഗിയായി പൂർത്തീകരിപ്പാൻ
ദൈവം സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തു സംബന്ധമായ കേസും തർക്കവും വഴക്കമൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, അതെല്ലാം മാറിപ്പോട്ടെ. വഴിയില്ലാത്ത വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ്. വസ്തു വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാഹനം ഇല്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ട് വാഹനത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുമ്പോൾ യേശുവേ, അങ്ങ് അവരെ സഹായിക്കണം, വഴി തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഓരോ കുടുംബം നിറയപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങളുടെ യൗവനക്കാരായ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠനത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. തക്ക സമയത്ത് അവർക്ക് വേണ്ട വഴികളെ അവിടുന്ന് ഒരുക്കി കൊടുക്കേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയാൽ ഭാരപ്പെടുന്നവർ, കർത്താവെ, ഇന്ന് ലോൺ അടയ്ക്കേണ്ടവർ, കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, പണമിടപാടുകളെല്ലാം നന്നായി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വഴികളെ അവിടുന്ന് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരത്തോടെ ഇരിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയത്തിന് അടിമകളായിരിക്കുന്നവരുണ്ട്, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴവർ സൗഖ്യമാകട്ടെ. കർത്താവെ, ദൈവിക സംരക്ഷണയും കരുതലും ഓരോ കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Hallelujah, Hosanna. 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 ഉയർത്തെഴുന്നേറ്റവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിൻ അധിപതിയേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉയർത്തെഴുന്നേറ്റവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിൻ അധിപതിയേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന. Hallelujah, Hosanna.
4191 ദിവസത്തിലേക്ക് നമ്മൾ പ്രേം കേരള കുടുംബാംഗങ്ങൾ പ്രവേശിച്ചിരിക്കുക. പ്രേം കേരളയിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി ചേർന്ന് മറ്റുള്ളവരോടുകൂടെ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും സ്നേഹിതരെ, ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു ആ വിശ്വാസത്തോടും ഉറപ്പോടും കൂടിയാണ് ഓരോ കുടുംബവും ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് പലയിടങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങൾ നടക്കാറുണ്ടല്ലോ. ആ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. പ്രേം കേരളയിലൂടെ യേശുവിനെ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നതും അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അനേക സാക്ഷ്യങ്ങൾ അത് നമുക്ക് കേട്ട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിക്കുന്നു. 6/1/2026 പൊൻകുന്നത്ത് നമ്മുടെ കുടുംബയോഗം നടക്കുന്ന സമയത്ത് ഒരു മാതാവ് എന്ന് പറഞ്ഞ സാക്ഷ്യമുണ്ട്. ഹസ്ബൻഡിന് ശ്വാസകോശത്തിൻ്റെ വാൽവ് ചുരുങ്ങി 2 ഹോസ്പിറ്റലുകളിൽ നിന്ന് ഉപേക്ഷിച്ചു. അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ശ്വാസം നഷ്ടപ്പെട്ടിരുന്നു സുരവത്രേ. അങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിൽ 3ാമത് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ആംബുലൻസിൽ പോകുന്ന സമയത്തായിരുന്നു പ്രേം കേരളയിലെ ഈ ഭർത്താവിൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞതും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചതും വീണ്ടും നമ്മളെ അറിയിച്ചതും അന്ന് നേരിട്ട് വന്ന് പറഞ്ഞതും പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് പരിപൂർണമായ സൗഖ്യവും വിടുതലും നൽകി. അന്ന് ആ മാതാവ് സന്തോഷത്തോടെ പറഞ്ഞത്, സുനിമുദ്രേ, എല്ലാ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴും ജീവിതത്തിൽ ആ ഒരു ഉറപ്പും വിശ്വാസവും പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. ആ ഉറപ്പോടുകൂടിയാണ് അന്ന് ആ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. യേശു ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. ഇത് നമ്മുടെ ഈ കുടുംബം കോഴിക്കോട് നമ്മെ അറിയിച്ചത് ഇങ്ങനെയാണ്. മകൻ്റെ വിവാഹം കഴിഞ്ഞ് 14 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല. ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തെങ്കിലും ആ ട്രീറ്റ്മെൻ്റ് ഒന്നും ഫലിച്ചില്ല. ഇങ്ങനെ വളരെ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ഒരു പ്രയാസത്തിൽ ഈ കുടുംബം മുഴുവൻ കടന്നു പോകുന്ന സമയത്ത് ഇവർക്ക് പ്രേം കേരള പ്രാർത്ഥന ലഭ്യമാകുന്നു. പ്രേം കേരള ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരാൾ ഈ പ്രാർത്ഥനയൊക്കെ അവർക്ക് യൂട്യൂബിലൂടെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ പ്രേം കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ആ മകൻ്റെ വിവരം നമ്മെ അറിയിച്ചു, പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. നമ്മളൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. മാത്രമല്ല, നമ്മുടെ ഒരു കോഴിക്കോട് കുടുംബയോഗം നടക്കുന്ന സമയത്ത് ഇവരുടെ കുടുംബമായി വന്ന് ആ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. അതും നമ്മൾ എഴുതി വെച്ച് അവരോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട ആൺകുഞ്ഞിനെ ആ കുടുംബത്തിന് നൽകി കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവരോടും ആ കുടുംബം നന്ദി അറിയിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ വേഗം പ്രവർത്തിക്കും നമ്മുടെ ഈ കർത്താവ് എത്ര നല്ലവൻ. തീർച്ചയായിട്ടും ലൂക്കോസ് 1:37, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മക്കളില്ലാതെ വിഷമിക്കുന്ന അനേക കുടുംബാംഗങ്ങൾക്ക് യേശു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നൽകുന്നു. സുനിപുത്രേ, പ്രേം കേരളയിൽ നമുക്കറിയാം DC ബുക്സ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഒരു കുടുംബം അവിടെ വന്ന് പറഞ്ഞ സാക്ഷ്യമുണ്ട്. അന്ന് ആ അമ്മ, ഒരു കുഞ്ഞ്, ഒരു മുത്തശ്ശി, അവർ ആ ഒരു കുടുംബമായിട്ട് അവിടെ കടന്നു വന്നത്. അവരുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുമായിട്ട് ആ മാതാവ് മുൻപോട്ട് വന്ന് പറഞ്ഞ സാക്ഷ്യമുണ്ട്. ഈ കുഞ്ഞ് വയറ്റിലായിരിക്കുന്ന സമയത്ത് 5 വട്ടം നടന്ന സ്കാനിങ്ങിലും കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇങ്ങനെ ഈ കുടുംബം വളരെ വേദനയിലൂടെ പോകുന്ന സമയത്ത് വെറുതെ ചാനൽ മാറ്റി വന്നപ്പോഴാണ് ആദ്യമായിട്ട് പ്രേം കേരള കാണാൻ ഇടയായി തീർന്നത്. അനേകരെ കർത്താവ് സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്ന സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഓരോ പ്രാവശ്യവും സുനിപുത്രയെ അബോർഷൻ ചെയ്ത് കളയണമെന്ന് പറയുമ്പോഴും ആ അമ്മ ചെയ്തത് ഉദരത്തിൽ കൈവച്ച് ചേർന്ന് പ്രേം കേരളയിൽ പ്രാർത്ഥിച്ചു. സംഭവിച്ചത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കുഞ്ഞിനെ കർത്താവ് ആ കുടുംബത്തിന് നൽകി. ആ കുഞ്ഞുമായിട്ടായിരുന്നു അന്ന് അവിടെ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് നേരിട്ട് കാണാനും സാധിച്ചു. ഇത് പുനലൂര് കുടുംബയോഗത്തിൽ കടന്നു വന്ന ഒരു കുടുംബം അറിയിച്ചത് ഇങ്ങനെയാണ്. അവർ കുറച്ച് നാൾ മുമ്പ് കുറച്ച് വസ്തു വാങ്ങിച്ചു. പക്ഷെ വസ്തു വാങ്ങിച്ച് അത് പോക്കുവരവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് സാധിക്കാതെ വിഷമിക്കുക. അങ്ങനെ അതിൻ്റെ ആ ഡോക്യുമെൻസുകളൊന്നും ശരിയാകാതെ കടന്നത് 11 വർഷത്തോളമാണ്. അങ്ങനെ അവർക്ക് ആ വസ്തുവിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് പിന്നീട് കേസും വഴക്കവും തർക്കങ്ങളൊക്കെ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രേം കേരളയിൽ അവരുടെ പ്രേം കേരള പ്രാർത്ഥന അവർക്ക് ലഭ്യമാണ്. പ്രേം കേരള ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ഏത് വിഷയവുമാണെങ്കിലും അതിന് മറുപടി കിട്ടും. ആ ഒരു ഉറപ്പോടെ അവർ ആ വിഷയമൊക്കെ പ്രേം കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ ഡോക്യുമെൻസുകൾ, ആ കേസ് സംബന്ധമായ പേപ്പറുകളും ഒക്കെ എടുത്തു വെച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആ സകല വിഷയത്തിലും കർത്താവ് മറുപടി നൽകി കൊടുത്തു. ആ വസ്തു പേരിൽ എഴുതുവാൻ സാധിച്ചു. അവരുടെ കരമൊക്കെ അടയ്ക്കുവാനും കർത്താവ് സഹായിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ വേഗം പ്രവർത്തിക്കുന്ന ഈ യേശു എത്ര നല്ലവൻ. തീർച്ചയായിട്ടും പ്രേം കേരളയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, കർത്താവായ യേശുവേ, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഇതുപോലെ ഓരോ കുടുംബത്തിനും പ്രേം കേരളയിലൂടെ യേശുവിനെ അനുഭവിക്കുന്നതുകൊണ്ട് ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. മാത്രമല്ല മറ്റുള്ളവർക്കും ഇത് അനുഗ്രഹമായി തീരുന്നു. വാട്സാപ്പിലൂടെ ഒരു സഹോദരി അറിയിച്ചത്, ഈ സഹോദരി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. ഇവർ ഈ പ്രാർത്ഥനയിൽ പതിവായി പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സുനിപുത്രേ. അപ്പോൾ തന്നെ ഈ ഹോസ്പിറ്റൽ 3 വയസ്സ് മാത്രം പ്രായമായുള്ള ഒരു കുട്ടിക്ക് കഠിനമായ പനി ബാധിച്ച്
വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിൽ കിടക്കുക. 7 ദിവസമായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നു. അപ്പോൾ തന്നെ 5 ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തിട്ടും പനി കുറയുന്നില്ല. കുഞ്ഞിൻ്റെ ആ അവസ്ഥ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നേഴ്സ് പ്രിയങ്കലിൽ പതിവായി പങ്കെടുക്കുകയും മാത്രമല്ല തിരുവല്ലയിൽ വന്നപ്പോൾ അവിടെ നിന്ന് ലഭിച്ച പ്രാർത്ഥിച്ച ഒരു ബോട്ടിൽ എണ്ണയുമായി അന്ന് ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരു തുള്ളി എണ്ണ എടുത്ത് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ പുരട്ടി ചേർന്ന് പ്രാർത്ഥിച്ചു. എപ്പോൾ പ്രാർത്ഥിച്ചോ അപ്പോൾ തന്നെ ആ പനി ആ കുഞ്ഞിനെ വിട്ടുമാറി. ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്നു, വാർഡിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ പോയി. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിക്കുമ്പോൾ ഇതുപോലെ എത്രയോ കുടുംബങ്ങൾക്ക് കർത്താവ് നൽകുന്ന സൗഖ്യവും വിടുതലും ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നു. കാരണം പ്രേയിങ് കെയറിലെ നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി മറ്റുള്ളവരോട് കൂടെ ചേർന്ന് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. അതെ ദൈവം, എപ്പോൾ തന്നെ ഈ പ്രാർത്ഥന ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നമ്മോട് കൂടെ നമ്മുടെ കുടുംബാംഗങ്ങൾ അവരാൽ കഴിയുന്നത് പോലെ സാമ്പത്തികമായി നിൽക്കുന്നതും കൊണ്ട് ആമേൻ. നമുക്കതൊക്കെയും സാധിക്കുന്നത്. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഈ പ്രാർത്ഥന നമ്മുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയങ്കയുടെ അക്കൗണ്ട് നമ്പറും ഒക്കെ അനേകം പ്രിയപ്പെട്ട ആവശ്യപ്പെടുന്നു. ഇന്നലെയും പുനലൂർ വന്നപ്പോഴും അനേകരത് പറഞ്ഞു. ആ പ്രിയങ്കകളെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹമാണ്. മാത്രമല്ല ആ പ്രേയിങ് കെയറിൽ സഹായിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിലും കർത്താവ് അവർക്ക് ഉയർച്ചയും നന്മയൊക്കെ നൽകി കൊടുക്കുന്നുണ്ട്. പ്രേയിങ് കെയറിൽ നമുക്ക് വീണ്ടും ഒന്നിച്ച് ചേർന്ന് ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ സ്വപ്നം കർത്താവെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന തലമുറയിൽ ആത്മഹത്യ ഇല്ലാത്തൊരു ഇന്ത്യ, രക്തച്ചൊരിച്ചില്ലാത്ത ഒരു ഇന്ത്യ അത് ഉളവാകണം എന്നുള്ളത്. നമുക്കതിനായിട്ട് ഒരുങ്ങാം, അനുസരിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ നമ്മൾ 4200 ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഈ ജനുവരി മാസം 31 ആകുമ്പോൾ നമ്മൾ 4200 ദിവസം കംപ്ലീറ്റ് ചെയ്യുക. മാത്രമല്ല ഫെബ്രുവരി 1 എന്ന് പറയുന്നത് പ്രേയിങ് കെയറിൽ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് 14ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം കൂടി. അന്ന് ഒരു ഞായറാഴ്ച, അന്ന് കോട്ടയത്ത് ശാസ്ത്രി റോഡിലുള്ള KPS മെനോ ഹാളിൽ വെച്ച് 9:30 മുതൽ 12:30 വരെയുള്ള സമയത്ത് നമുക്കൊരു താങ്ക്സ് ഗിവിംഗ് സർവീസ് ആയിട്ട് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അത് യൗവനക്കാരായ മക്കൾക്ക് വേണ്ടി. അനേകം മക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വിഷമിക്കുന്നു, അതുപോലെ തന്നെ ജോലി ഇല്ലാതെ വിഷമിക്കുന്നു. അപ്പോൾ നിരാശയൊക്കെ കയറി എല്ലാം പരാജയപ്പെട്ടൊക്കെ ഇരിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി അവരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ഇതുപോലെ നമ്മൾ ഡിസംബർ 14-ാം തീയതിയിൽ അന്നും യൗവനക്കാരായ മക്കളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച മക്കൾക്ക് വേണ്ടിയൊക്കെ കർത്താവ് പ്രവർത്തിച്ച സാക്ഷ്യങ്ങൾ നമുക്കിപ്പോൾ വന്നുകൊണ്ട് ഇരിക്കുന്നത്. അന്ന് ആ ഡോക്യുമെൻസുകളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളുണ്ട്. ദൈവം അവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു. ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതിയിലും അതേപോലെ ഡോക്യുമെൻസുകളും പാസ്പോർട്ടുകളും ആ രേഖകളൊക്കെ ആയിട്ട് അവിടെ വരണം. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം. ദൈവത്തിൽ അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമുക്ക് 24-ാം തീയതി ശനിയാഴ്ച വയനാട് വെച്ച് നമ്മുടെ കുടുംബയോഗം നടക്കുന്നു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ചുങ്കം ജംഗ്ഷനിലുള്ള മിൻറ്റ് ഫ്ലവർ ഓഡിറ്റോറിയം, അല്ലെങ്കിൽ മത്തായി ബേക്കറി എന്നറിയപ്പെടുന്ന ആ ബിൽഡിങ്ങിൽ മിൻറ്റ് ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ വെച്ച് 11 മണി മുതൽ 2 മണി വരെ നമുക്ക് കുടുംബയോഗമുണ്ട്. മാത്രമല്ല അടുത്ത ആഴ്ചയിൽ 27-ാം തീയതി ചൊവ്വാഴ്ച നമുക്ക് പാലക്കാട് വെച്ചും നമ്മുടെ കുടുംബയോഗം നടക്കുന്നു. പാലക്കാട് കോട്ട മൈതാനത്തിന് സമീപം IMA ഹാളിൽ വെച്ച് രാവിലെ 9 മണി മുതൽ 12 മണി വരെ നമ്മുടെ കുടുംബയോഗം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നടക്കുന്ന കുടുംബയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നത് ഓരോ മനുഷ്യനും സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതം ഉണ്ടാകേണ്ടതിനായി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ബൈബിൾ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആകാശത്തിന് കീഴിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ആകാശത്തിന് കീഴിലുള്ള സകല പുത്രിപുത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ അതേ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ആകാശത്തിലുള്ള സകല രാജ്യങ്ങളെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോ രാജ്യവും യേശുവെ അങ്ങേൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ രാജ്യത്തിലും ദൈവിക ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയും സമാധാനം നിറഞ്ഞ ജീവിതം എല്ലാ രാജ്യത്തും എല്ലാവർക്കും ലഭിക്കേണ്ടതിനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾ തമ്മിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിനുള്ളിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എപ്പോൾ തന്നെ ആകാശത്തിലുള്ള സകല കുടുംബങ്ങളെയും യേശുവിൻ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബവും ദൈവിക അനുഗ്രഹം അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ പിതാവിനെയും ഓരോ മാതാവിനെയും അനുഗ്രഹിക്കുന്നു. ഓരോ ഭർത്താവിനെയും ഓരോ ഭാര്യയും അനുഗ്രഹിക്കുന്നു. ഓരോ മകനെയും മകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹവും നന്മയും നിറവും എല്ലാ കുടുംബത്തിലും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, പഠിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കൊച്ചു ക്ലാസ് മുതൽ കർത്താവ് പ്രൊഫഷണൽ കോഴ്സ് വരെ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനാൽ അവർ നിറയുവാനിടയാകട്ടെ. വിവിധ എക്സാമിന് തയ്യാറാകുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ്, യേശുവിൻ നാമത്തിൽ മികവോടെ സകലതും നന്നായി ചെയ്യുവാൻ ദൈവിക പരിജ്ഞാനം കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്ന്
അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം കരസ്ഥമാക്കുവാനും അവരാഗ്രഹിക്കുന്ന തലത്തിൽ എത്തുവാനും സ്വർഗത്തിലെ ദൈവത്തോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആലോചനയിൽ ഭയങ്കരനായവൻ്റെ കരുതലുകൾ കാണട്ടെ അപ്പാ. അവിടുത്തെ കരുതലും സംരക്ഷണയും ഓരോ കുഞ്ഞുങ്ങൾക്ക് നൽകിയാട്ടെ. യാത്രകളിൽ അങ്ങ് സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ അവിടുന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനർത്ഥം കൂടാതെ സംരക്ഷിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വസിച്ച് അവരെ അനുഗ്രഹിച്ച് അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനിടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, സകല ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീട്ടിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കെമോതെറാപ്പിയൊക്കെ എടുത്ത് വളരെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. യേശുവെ, അങ്ങയുടെ പുനരുദ്ധാനത്തെ ശക്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരിൽ മേൽപ്പോൾ കൊണ്ടുവരിക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൗത്ത് അൾസർ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നും കഴിക്കാൻ വയ്യാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശബ്ദം പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. ആക്സിഡന്റ് വന്ന് കിടക്കുന്നവരെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ളവരെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. പ്രഷർ കൂടി നിൽക്കുന്നവരെ, കുറഞ്ഞു നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. സ്ട്രോക്ക് വന്ന് കിടക്കുന്നവരെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. സ്ട്രോക്ക് വന്ന് കിടന്നിട്ട് ഇതൊരു കൈയും കാലും ഒക്കെ ശരിക്കും അണിക്കാൻ മേലാത്തവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവെ, അങ്ങയുടെ നാമത്തിലുള്ള സൗഖ്യത്തെ ആ മക്കളുടെ മേൽ കൊണ്ടുവരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഞാൻ പാടുന്നു. ഹല്ലേലൂയ, ഞാൻ പാടിടുന്നു. എൻ രക്ഷകനാം, എൻ രക്ഷകനാം യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പാടിടുന്നു. എൻ രക്ഷകനാം, എൻ രക്ഷകനാം യേശുവേ. ഹല്ലേലൂയ, ഞാൻ പാടുന്നു. ഹല്ലേലൂയ, ഞാൻ പാടിടുന്നു. എൻ രക്ഷകനാം യേശുവിന്. ഹല്ലേലൂയ, ഞാൻ പാടുന്നു. ഹല്ലേലൂയ, ഞാൻ പാടിടുന്നു. എൻ രക്ഷകനാം യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നപ്പാ. ഓ, ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. We lift your name high, Jesus. ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ, 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 ഞാൻ പാടുന്നു. ഹല്ലേലൂയ, ഞാൻ പാടിടുന്നു. എൻ രക്ഷകനാം, എൻ രക്ഷകനാം യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പാടിടും. എൻ രക്ഷകനാം, എൻ രക്ഷകനാം യേശുവിന്. ഹല്ലേലൂയ. 4191 ദിവസവും പ്രേയിങ് കേരള കുടുംബത്തിൽ നാം ഹല്ലേലൂയയും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും എല്ലാം യേശുവിന് മാത്രം അർപ്പിക്കുന്നു. സകല സ്തുതിക്കും സകല പുകഴ്ചയ്ക്കും സകല ബഹുമാനത്തിനും സിംഹാസനത്തിൽ ഇരുന്നവനും ഇരിക്കുന്നവനും വന്നവനും വരുവാനിരിക്കുന്നവനുമായ യേശുവിന് മാത്രം ആ ഒരു സൗകര്യം ദൈവം പ്രേയിങ് കേരളയിൽ നമുക്ക് നൽകി തന്നിട്ട് സണിച്ച 4191 ദിവസമായി 4191 4191 days. We are about to complete 4200 days of praying together on 31st January 2026. What a glorious work of the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ എത്ര മഹനീയമായ ഉത്കൃഷ്ടമായ പ്രവൃത്തിയ ദൈവം നമുക്ക് അനുഭവിക്കുവാൻ നൽകിത്തന്ന. ബൈബിൾ പറയുന്ന ദൈവം നല്ലവനെന്ന് രുചിച്ചറിവിൻ. എല്ലാ ദൈവത്തെ ശരണം പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി
എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. 103-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് അവിടുന്ന് നമ്മുടെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. സകലമല്ല, സകല രോഗങ്ങളെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. നമ്മൾ വർഷത്തിൻ്റെ പുതിയ വർഷത്തിലേക്ക് വരുന്നതിന് മുൻപായി നമ്മൾ വായിക്കുവാൻ തിരഞ്ഞെടുത്ത വചനം യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 40 വേഴ്സ് നമ്പർ 29 says, God gives power to the weak and to those who have no might he increases. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. സനിജ, നമ്മളൊക്കെ അതാ അനുഭവിക്കുന്നത്. പ്രേയിങ് കേരളയിലും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരും നമ്മളും എല്ലാം ഇത് മാത്രം അനുഭവിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെ സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസവും രാവിലെ നേരം വെളുക്കരുത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്, എഴുന്നേൽക്കുന്നില്ല എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അവിടെ ഗീവ്സ് പവർ എന്നത് ഉപയോഗിച്ചിരിക്കുന്നത് എബ്രായ വാക്കിൻ്റെ ഒരർത്ഥം നമുക്ക് ശക്തി കുത്തിത്തിരുകി തരുന്ന ദൈവം. കുത്തിത്തിരുകി തരിക, ദൈവം എന്നല്ല, കുത്തിത്തിരുകി തരിക എന്ന ആ വാക്കിൻ്റെ ഒരർത്ഥം. എത്ര വലിയൊരു കാര്യം അത്. നമുക്ക് വെറുതെ റേഷനായിട്ട് തന്നിട്ടങ്ങ് പോകുകയല്ല, അവരവർക്ക് വേണ്ടുന്നത് എന്തുമാത്രമാണോ അത്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന, വേദനിക്കുന്ന, ഒരു ഉപദ്രവിക്കപ്പെട്ടൊരു വ്യക്തി അല്ലെങ്കിൽ കള്ളക്കേസിൽ കിടക്കുന്ന വ്യക്തി, അവർ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ, അപ്പം അതിൽ സന്തോഷിക്കുന്ന വേറൊരു വിഭാഗവും കാണും. അപ്പം ആ വേദനിക്കുന്ന വ്യക്തിയെ അതിനെ നേരിടുവാനുള്ള പ്രാപ്തി ആ വ്യക്തിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ അത്യുന്നതനായ ദൈവം. ക്യാൻസർ നിമിത്തം, എക്സാമ്പിൾ, രോഗനിമിത്തം വിഷമിക്കുന്നു, ആ സന്ദർഭത്തിൽ അതിനെ നേരിടുവാൻ, അതിനെ തരണം ചെയ്യുവാൻ അപ്പോഴുണ്ടാകുന്ന ആശങ്കകളുണ്ട്, സങ്കടങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്, മരണഭയങ്ങളുണ്ട്. കേട്ടിട്ടുള്ള വാർത്തകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ എന്ത് കണ്ടാലും നമ്മൾ ഉടനെ ചെയ്യുന്നത് ഗൂഗിളിൽ നോക്കിയിട്ട് അത് ചെറിയൊരു ചൊറിഞ്ഞ പാടാണെങ്കിൽ പോലും നമ്മൾ എത്തിച്ചേരുന്ന കൺക്ലൂഷൻ ക്യാൻസർ ആയിരിക്കാം. പ്രേയിങ് കേരളയിൽ നമുക്ക് ഈ 80,000 ആളുകൾ മിനിമം നമ്മൾ കഴിഞ്ഞ വർഷം അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനിടയായി. അപ്പോൾ അതിൽ മിക്കതും എല്ലാ കാര്യത്തിലും ആശങ്കയിലൂടെ പോകുന്നവരെയാണ് നമ്മൾ നേരിട്ട് കാണും. നമ്മളൊരു പുസ്തകത്തിൽ വായിച്ച കാര്യമല്ല നമ്മൾ പ്രേയിങ് കേരളയിൽ പറയും. നമ്മൾ നേരിട്ട് എണ്ണമുണ്ട്, ഓരോ വ്യക്തിക്ക് എത്ര പേര് വന്നു എന്നുള്ളതിന് നമുക്ക് എണ്ണമുണ്ട്. ഈ പേപ്പർ എടുത്താൽ നമുക്ക് നന്നായിട്ടറിയാം ഈ പ്രാർത്ഥനയ്ക്ക് ആ എറണാകുളത്തെ കുടുംബയോഗത്തിൽ ഈ ഒരു പേപ്പർ പ്രദാനം ചെയ്യുന്നത് എത്ര പേരാണെന്ന് ഇതിൽ നമുക്കറിയാൻ പറ്റും. നമ്മളത് എഴുതിയാണ് പോകുന്നത്. ഇത് വന്നപ്പോൾ ഒരാളുടെ കാര്യമാണ്. അപ്പം ഇവരുടെ വിഷയം 2 മാസങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ലങ്സ് ചുരുങ്ങിപ്പോയി. വളരെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ രക്ഷപ്പെടില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. കുറേ ദിവസങ്ങളായിട്ട് വെന്റിലേറ്ററിൽ ഇങ്ങനെ ആയിരിക്കുക ഈ അമ്മ. അപ്പം അങ്ങനെ ചികിത്സകൾ ചെയ്യുന്നു, ഒരു പരിഹാരവുമില്ലാതെ പ്രതീക്ഷ വേണ്ട എന്ന് ഡോക്ടേഴ്സ് അറിയിച്ച് കിടക്കുമ്പോൾ ആരോ ഇവരോട് പറഞ്ഞു കൊടുക്കുക, പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം. അത് അന്നേരം കൊടുത്തത് എൻ്റെ നമ്പറാണ്. എൻ്റെ നമ്പർ കൊടുക്കണമെന്ന അർത്ഥത്തിലല്ല നമ്മൾ സംസാരിക്കുന്നത്. ആരോ ഇവർക്ക് എൻ്റെ നമ്പർ കൊടുത്തു. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. എത്ര നേരം എടുക്കുന്നത്? 3 മുതൽ 4 സെക്കൻഡുകൾക്കുള്ളിലുള്ള പ്രാർത്ഥനയുള്ളത്. കർത്താവ് ചെയ്ത് ആ അമ്മ സൗഖ്യമായി വീട്ടിൽ വന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം. 1 വർഷത്തിനകമായിട്ട് 50 ലക്ഷത്തിലധികം രൂപയാണ് ആ ചികിത്സയ്ക്ക് വേണ്ടി ഈ ആളിന് വേണ്ടി മാറ്റിവെച്ചത്. എന്നിട്ടാണ് ഡോക്ടർമാർ പറയുന്നത് രക്ഷപ്പെടില്ല എന്ന്. അതേസമയം കൈനീട്ടി നയാ പൈസ വാങ്ങാതെ യേശു സൗഖ്യമാക്കി ഇപ്പോൾ വീട്ടിലുണ്ട്. ഈ പ്രാർത്ഥനയിൽ അമ്മ പങ്കെടുത്തുകൊണ്ടിരിക്കുക. എന്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു അങ്ങനെ ഒരു മകളില്ലേ റോമാലേഖനത്തിൽ, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ സാമ്പത്തിക ഒരു സാക്ഷ്യം പറയട്ടെ. നമ്മൾ കണ്ണൂർ കുടുംബയോഗത്തിൽ പോകുമ്പോൾ നമ്മൾ പ്രവാസം പറഞ്ഞല്ലോ, പക്ഷേ ഞാൻ നേരിട്ട് കണ്ട ഒരു സാക്ഷ്യമാണ്. ആ മകൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഇങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുക. ആ മകൻ വന്ന് കയറുമ്പോൾ അവർ 5-6 പേരുണ്ട്. സഹോദരങ്ങള്, അപ്പനും അമ്മയും അമ്മാച്ചന്മാരെല്ലാം ഉണ്ട്. അവർ ഓടി കയറി വരുക. പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് നോക്കി കുഞ്ഞിനാണ്, മകനെ ഉണ്ടാവും കുഴപ്പം. അവൻ 24 വയസ്സ് കാണും, ഒരു പയ്യൻ, നല്ലൊരു സ്മാർട്ട് പയ്യൻ.
അവൻ്റെ തലയുടെ ഒരു വശം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ ഇടതുവശം മുഴുവൻ ഇങ്ങനെ തള്ളിയിരിക്കുക. ഇങ്ങനെ തള്ളി നിൽക്കുക. അപ്പം ഞാൻ എന്താ ചോദിച്ചു. അപ്പോൾ സാമ്പതരാഗത്തിന് പ്രാർത്ഥിക്കുക. അപ്പം ഞങ്ങൾ അവിടുന്ന് എന്നാ പറ്റി മോൻ, എന്നാ പറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ട്യൂമറുണ്ട്, 24 വയസ്സ്, പല ഹോസ്പിറ്റലിൽ പോയി, ഒരു കുറവുമില്ല. ആർക്കും പ്രേം കേരളൊന്നും കാണുന്നവരില്ല, ആരോ പറഞ്ഞ് പ്രേം കേരള അവിടെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. നമ്മൾ ഓർത്തോണം, നമ്മൾ ആ കുഞ്ഞിനെ എത്ര പേര്, 5-8 പേര് ഒരുമിച്ച് വരുമോ, അങ്ങോട്ട് വലിയ എമർജൻസി വാർഡിലേക്ക് കൊണ്ടുവരുന്ന പോലെ വന്ന് അവിടെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. സാമ്പറിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞ് ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ സാമ്പറിൻ്റെ അടുത്തോട്ട് വിട്ടു. സാമ്പർ അവിടെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ എണ്ണ വെച്ച് പ്രാർത്ഥിച്ച് അവനെ വിട്ടു. സാറിന് പോലെ വിട്ടു. വലിയ പ്രാർത്ഥന, ഇത് പറഞ്ഞാൽ 1 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ച് പോയി. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ അവൻ്റെ അമ്മ പറഞ്ഞ സാക്ഷിയാണ്. ഈ മകൻ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവനെ തോന്നി ഏതോ ഒരു സാധനം ഇവൻ്റെ ഈ തൊണ്ടയിലെല്ലാം ഇങ്ങനെ ഉരുകി തോന്നുക. പിന്നെ അവിടെ ചെന്ന് ചെക്ക് ചെയ്യപ്പം വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ ശകലം കുറഞ്ഞിട്ടുണ്ട്. ചെന്ന് നോക്കിയപ്പോൾ അതങ്ങ് ഉരുകിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. ആ മുഴ അവിടെ ഇല്ല. പിന്നെ സണിജാനത് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് മക്കളുള്ളതല്ലേ. അപ്പോൾ ഈ കൊച്ചിൻ്റെ സ്ഥിതി 2 ഹോസ്പിറ്റലുകളിൽ, ഒന്ന് ബാംഗ്ലൂർ മാൻസിൽ, 2 മംഗലാപുരത്ത് കസ്തൂർബയിൽ, ഇവിടെ 2ഇടത്തും സർജറിക്ക് വേണ്ടി ഒരേ കാര്യങ്ങൾ, തലയ്ക്ക് സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞത് ഒരേ കാര്യം, 2ഇടത്തും സർജറി. അപ്പം അതിന് പണം 45 ലക്ഷം രൂപ വേണം. അത് ശേഖരിച്ച് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുക. അപ്പോൾ ഗൾഫിൽ ഏതോ ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പന് അദ്ദേഹവും നാട്ടിൽ വന്നിട്ട് ഇവർ പണമൊക്കെ ശേഖരിക്കുക. ഇത് പറഞ്ഞു വിട്ട അമ്മ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്ക് ആകെ ഇത്രേ അറിയത്തുള്ളൊരു സർജറി ഉണ്ട്, രക്ഷപ്പെടത്തില്ലെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം കേട്ടു. ആ അമ്മ പറഞ്ഞു കൊടുക്കുക, പ്രേം കേരള ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു യേശു. അപ്പോൾ അവർക്ക് ഇവരെ കൊണ്ടുവരാനുള്ള സംവിധാനമോ ആരോഗ്യമൊന്നുമില്ല. പക്ഷേ അവർ പറഞ്ഞു വിട്ടു. അവരവിടെ വന്നു ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ സെക്കൻഡുകൾ, അതാ ബലമില്ലാത്തവന് ബലം നൽകി തരുന്ന ദൈവം. യേശു എത്ര നല്ലവൻ, യേശു എത്ര മതിയായവൻ, യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ. We do not know which area of your life where you are lacking the strength of God. I promise you, based on Isaiah 40 verse number 29, God of heaven in Jesus will never reject you. കർത്താവായ യേശു ഒരിക്കലും നമ്മെ തള്ളിക്കളയത്തില്ല. ഈ യേശു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. വർഷത്തിൻ്റെ പ്രേം കേരളയുടെ പുത്തൻ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഉറപ്പോടുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഏതാ? എന്നെ തള്ളിക്കളയാതെ എനിക്ക് ബലം നൽകേണ്ടിടത്ത് ബലം നൽകിത്തന്ന് എഴുന്നേൽപ്പിച്ച് എന്നെ ഫങ്ഷണലാക്കുന്ന യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. ഒരിക്കൽ കൂടെ സന്നിധിയാ തിരുവെഴുത്തൊന്ന് വായിക്കുമോ? യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. അവൻ യഹോവ യേശു ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന്, ഒട്ടുമില്ലാത്തവന് പോലും ബലം വർദ്ധിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കർത്താവ് എത്ര നല്ലവനാണ്. ഇത് നോക്കിയേ, യൂട്രസിൽ മൾട്ടിപ്പിൾ ഗ്രോത്ത് ഉണ്ടായിരുന്നു, ക്യാൻസർ സാധ്യത ഉണ്ടായിരുന്നു. എങ്കിലും പ്രേം കേരളയെ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ചെക്ക് ചെയ്തപ്പോൾ അവിടെ ക്യാൻസർ ഇല്ല, ഒരു ദോഷവും ഉണ്ടായില്ല. പല മുഴകൾ വന്നു യൂട്രസിൽ. ഡോക്ടേഴ്സ് പറഞ്ഞു അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചെങ്ങന്നൂർ മീറ്റിംഗ് വന്ന് പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണ സൗഖ്യം നൽകി, ക്യാൻസർ അല്ല എന്ന റിപ്പോർട്ട് അവർക്ക്. എനിക്കൊന്ന് അവർക്ക് കുറെ കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതും പരിഹരിച്ചു കൊടുത്തു. വലിയ തുക കടങ്ങളാണ്, പണയം എല്ലാമായി പ്രേം കേരളയിൽ പ്രാർത്ഥിച്ചു. കടങ്ങൾ മിക്കതും മാറി. 2 കുട്ടികളും മിടുക്കരായി, കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്നൊക്കെ നമ്മൾ അറിയിച്ചിരിക്കുന്നു. പ്രേം കേരളയെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. ഈ കർത്താവിലുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത്. വൺസ് അഗെയിൻ ഞങ്ങൾക്ക് ഓരോരുത്തരോടും നന്ദി പറയാനേ ഉള്ളൂ. കാരണം ഒന്നിച്ച് പ്രാർത്ഥിച്ചതിന്, ഒന്നിച്ച് പ്രവർത്തിച്ചതിന്. ഇപ്പോൾ ആ അമ്മ അവർക്ക് എത്ര സന്തോഷമായിരിക്കും അല്ലേ? ഇതിപ്പോൾ സണിജാൻ പറഞ്ഞ ആ കേസിൽ ആ മകൻ ഇപ്പം ഇൻ്റർനാഷണൽ മെർച്ചൻ്റ് നേവിയിൽ അവൻ ഓസ്ട്രേലിയയിലോ മറ്റോ യാത്ര ചെയ്യുക.
മുഖം ഒന്നുകൂടെ കാണണമെന്നുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട് അവനെ ഒന്നുകൂടെ ഒന്ന് കാണും. പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല. റിട്രീറ്റിന് അവർ അപ്പനും അമ്മയും ഈ മക്കളും കൂടെ വന്നിരുന്നു. പിന്നീട് നമ്മൾ വന്ന് കണ്ടിട്ടില്ല. അവരെ ഒന്നുകൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം. നമ്പറൊക്കെ തപ്പിയെടുത്ത് നമുക്ക് വിളിക്കണം. ഞാൻ ചുരുക്കി പറഞ്ഞാൽ പ്രേയിങ് കേരളയിലൂടെ ഇതുപോലെ വിഷമിച്ച ഒരുപാട് പേരെ എഴുന്നേൽപ്പിച്ചു വിടാൻ സണിജാനിപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ രാവിലെ 4 മണി മുതൽ എൻ്റെ തലയിൽ എൻ്റെ ഇങ്ങനെ ഓർമ്മയിൽ വന്നു. റാന്നിയിൽ കുടുംബയോഗത്തിൽ വന്ന ഒരാൾ, അദ്ദേഹം ടിപ്പർ ലോറിയുടെ ഡ്രൈവറാണ്. അമ്മയും സഹോദരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആദ്യം വന്നത്. അപ്പോൾ ഈ ഡ്രൈവർ വണ്ടി ഓടിച്ചു പോയി, ഈ ലോഡ് വണ്ടി. അപ്പോൾ അത് ഒരിടത്ത് നിർത്തി, എന്തോ ആവശ്യത്തിന് റോഡ് സൈഡിൽ നിർത്തി. എന്നിട്ട് ആ റോഡിൻ്റെ ഇടതുവശത്ത് വന്ന് ഇദ്ദേഹം ഈ വണ്ടിയെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വേറൊരു ടോറസ് വലിയ വണ്ടി വന്നിട്ട് ഈ മറ്റേ വണ്ടിയെ ഇടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മണ്ടയ്ക്ക് ഇദ്ദേഹം താഴെ കുഴിയിലേക്ക് വീണു, വണ്ടി മേളിൽ. ഇനിയിപ്പം ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, ഈ ഡ്രൈവറിൻ്റെ കാര്യമൊന്നും പറയണം. അപ്പോൾ എല്ലാവരും വന്നു, വണ്ടിയൊക്കെ പൊക്കിയെടുത്തു, കാര്യങ്ങളൊക്കെ എടുത്തു. ഇങ്ങനൊരാളവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല ആരും. അപ്പം ഒരു കണക്കിന് ആരൊക്കെ കണ്ടുപിടിച്ചു, പൊക്കിയെടുത്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു ഒരു കാരണവശാലും കിട്ടത്തില്ല, ഇത് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പുണ്ടായ ആക്സിഡൻറ്റ്. പക്ഷേ ആശുപത്രിയിൽ അദ്ദേഹത്തെ വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ, ചിലപ്പോൾ ജീവനുണ്ട്, വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ അവരുടെ ആ മാതാപിതാക്കളുടെയും ഭാര്യയുടെയും ഒക്കെ കരച്ചിലിൻ്റെ മുമ്പിൽ ആരോ അവരോട് പറഞ്ഞു കൊടുക്കുക, പ്രേയിങ് കേരളയെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു. സണിച്ചായ നമുക്ക് ആർക്കും ഇത്രയും സ്റ്റോറി കേട്ടല്ലോ. വലിയൊരു ലോറി ഇടിച്ചിട്ട് വേറൊരു വലിയ ലോറി ദേഹത്തോട്ട് വീണ് അതിനടി കിടക്കുന്ന വ്യക്തിയുടെ കാര്യം നമ്മൾ സംസാരിക്കുന്നത്. കർത്താവ് എത്ര വലിയവനാ. എന്നെ സംഭവിച്ചെന്നറിയോ? പ്രേയിങ് കേരളയെ ചേർന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യമായി, തീർന്നില്ല, പിന്നെയും ടിപ്പർ ഓടിക്കാൻ പോയി. ഇപ്പോഴത്തെ ജോലി ടിപ്പർ ഓടിയില്ല, വേറെ ഒന്നും അറിയത്തില്ല. അതേസമയം അദ്ദേഹം തളർന്ന് കിടക്കുക, 6 മാസം ഇങ്ങനെ കിടക്കും, അല്ലെ 8 മാസം ഇങ്ങനെ കിടക്കും. ഇതൊക്കെ പറയാം, പക്ഷേ നമുക്കതല്ല വേണ്ടുന്നത്. നമുക്ക് വേണ്ടുന്നത് യേശുവിൻ്റെ സൗഖ്യമാണ്. ഇന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. തളർന്നു പോയവരുണ്ട്. ഇത് കണ്ടില്ലേ, വേറെ ഇന്നലെ പുനലൂർ നേരിട്ട് കണ്ട ഒരു മകൻ, അമ്മ വത്സല, മകൻ്റെ പേരും ഇവിടെയുണ്ട്. അപ്പോൾ അവർ വന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ മകന് 2022 നവംബറിൽ ആക്സിഡൻറ്റ് പറ്റി ബൈക്കിൽ. അദ്ദേഹത്തിൻ്റെ ഇടത് കാല് പൂർണ്ണമായും തളർന്നുപോയി. അപ്പോൾ ആ തളർന്ന സ്ഥിതിയിലാണ് ഇവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അര മുതൽ ഇടത് ഭാഗം താഴേക്ക് പൂർണ്ണമായി തളർന്നുപോയി. അങ്ങനെ അവിടെ തളർന്ന് 3 മാസങ്ങൾ കിടക്കുമ്പോഴാണ് ഇവരോട് ഒരാൾ പ്രേയിങ് കേരളയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്ത് ഇന്നലെ ആ മകനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. 10 പേരുടെ സഹായത്തോടല്ല ആ അമ്മയും മകനും അവിടെ വന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? പ്രേയിങ് കേരളയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി, ഇച്ചിരി പ്രായമുള്ള ഒരു അമ്മയാണ്. ഇവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഈ മകനു വേണ്ടി ഒരു കുടുംബയോഗത്തിൽ വന്ന് ഒരല്പം ഈ വെളിച്ചെണ്ണ പ്രാർത്ഥിച്ച് വാങ്ങിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന പുനലൂരുകാരായ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു തുള്ളി എണ്ണ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു ഒരിക്കലും അവൻ തിരിച്ചു വരില്ല എന്ന്. ഈ അമ്മ ഇന്നലെ ഇതേ വാചകം, അത് ഞാൻ അങ്ങനെ തന്നെ എഴുതി വെച്ചു, ആവർത്തിച്ച് പറയുക. ഡോക്ടർമാർ പറയുക അവൻ ഒരിക്കലും തിരിച്ചു വരില്ല. ആര് പറഞ്ഞു? ഇല്ല, കർത്താവ് പറയുന്ന അങ്ങനെയല്ല. ക്ഷീണിച്ചിരിക്കുന്ന ഒരു ശക്തി നൽകുന്നു, ബലമില്ലാത്തതിനെ ബലം വർദ്ധിപ്പിക്കുന്നു എന്നാ കർത്താവ് പറയുന്നത്. ഇനി അടുത്ത ദുരന്തം, ഇവനെ ഒരാള് ആരാണെന്ന് അവർ ഇന്നലെ എന്നോട് പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇവനെന്തോ കഴിക്കാൻ കൊടുത്തു, ഇവനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാ. ഇന്നലെ ഈ വിവരം അറിയുന്നത്. ഇവനെ കൊല്ലാൻ വേണ്ടി എന്തോ കുടിക്കാൻ കൊടുത്തു, കഴിക്കാൻ കൊടുത്തു. പിന്നീട് ഇവൻ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. കർത്താവ് അങ്ങനാണെങ്കിൽ പോലും 2 രീതിയിലും മരണമാണ്. എങ്കിലും അവിടുന്ന് വിടുവിക്കുന്ന ഈ യേശു, ഇന്നലെ ആ മകനെ കണ്ടത് അവൻ പരസഹായത്തോടെ ജീവിക്കുന്നവനായിട്ടല്ല. അവനെ കർത്താവ് ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ വലത് കൈക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പം ഇന്നലെ ആ മകന് അവിടെ വന്നു, നമ്മളൊന്നിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അവനെ പൂർണ്ണമായി സൗഖ്യം. ഇനിയിപ്പോൾ ഇവൻ ചെയ്ത അടുത്ത കാര്യം, ഇവനെ കോളേജിൽ പഠിക്കാൻ കയറി, ഡിഗ്രിക്ക് പഠിക്കാൻ കയറി. അപ്പോൾ ഒരു ലാപ്ടോപ്പ് ഇവൻ ആവശ്യം.
വാങ്ങാൻ നിവൃത്തിയില്ല. ഇത്രയും ലക്ഷം രൂപ ചിലവാക്കി, കടങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ ഒരു ലാപ്ടോപ്പ് വേണം. ഈ മകൻ എന്ത് ചെയ്യുന്നറിയോ? പ്രേം കേരളയിൽ പ്രാർത്ഥിക്കുന്നില്ലേ, അവനൊരു ലാപ്ടോപ്പിൻ്റെ പടമൊക്കെ വരച്ചിട്ട് അവൻ അതിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത ഒരാൾ അവനൊരു ലാപ്ടോപ്പ് പുതിയത് വാങ്ങിച്ചു കൊടുത്തു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു എത്ര നല്ലവൻ. ഇപ്പോൾ അവൻ കുറേ അത് ഇതൊക്കെ പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി ഉള്ള പരിശ്രമത്തിലാണ്. നോക്കിയാൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ടിപ്പർ ലോറിയുടെ അടിയിൽ കിടക്കുമ്പോൾ ഇങ്ങനൊരാളവിടെ ഉണ്ടെന്ന് ആരും അറിയാതിരുന്നപ്പോൾ, മരണത്തിൻ്റെ അങ്ങേയറ്റത്ത് കിടക്കുമ്പോഴും കർത്താവ് അവിടെ ചെന്നു. ഇന്ന് എവിടെ കിടക്കുന്നത് എനിക്കറിയാതെ, ആരും ടിപ്പർ ലോറിയുടെ കീഴിൽ പോകണ്ട. പക്ഷേ അവിടെ ആണെങ്കിൽ പോലും നമ്മളത് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാ. അവിടെ അകപ്പെട്ടു പോയോ? ഒരു ദുരന്തത്തിൽ ആരും ചെന്ന് കയറണ്ട, പക്ഷേ അകപ്പെട്ടു പോയോ? നോക്കിയാൽ ഈ കൊച്ചിനെ അവനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാ. കർത്താവ് എത്ര നല്ലവൻ. ആക്സിഡൻറ്റ് വരുത്തി കൊന്നു എന്ന് വരുത്താൻ വേണ്ടി കൊണ്ടുപോയതാ. അവന് വിഷം കലർത്തി കൊടുത്ത് അവൻ്റെ ബോധം മുഴുവൻ നഷ്ടപ്പെട്ടു പോയതാ. 2 മരണം ഒന്നിച്ച് നേരിടുമ്പോഴാണ് അതിൽ നിന്ന് പോയി യേശു അവനെ വിടുവിച്ചത്. അതിന് കാരണം ഏതോ ഒരു അമ്മയാണ്. താങ്ക് യു മാതാവേ. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അവരാഗ്രഹിച്ചു ആ മകൻ മരിക്കരുത്. പ്രവർത്തിക്കുന്നൊരു യേശുവുണ്ട് പ്രേം കേരളയിലൂടെ. അത് മാത്രമാണ് നമുക്ക് അനുഭവിക്കേണ്ടത്. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. അതെ, അവൻ ക്ഷീണിച്ചിരിക്കുന്ന ഒരു ശക്തി നൽകുന്നു, ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു. ഇത് നോക്കിയാൽ മകൻ മദ്യപാനവും പുകവലിയും വഴക്കും ആയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു മകനെ കൊണ്ടുവന്ന് പ്രേം കേരള വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ശേഷം ഇപ്പോൾ മദ്യപാനം ഇല്ല, പുകവലിയില്ല, വഴക്കില്ല, ശാന്തനായി മിടുക്കനായിട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു എത്ര നല്ലവൻ. ഇന്ന് നമുക്കൊന്നിച്ച് ആ തളർന്നു കിടക്കുന്നവർ, അനർത്ഥത്തിൽപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട്, അവരുടെ സൗഖ്യത്തിന് അവർ എഴുന്നേറ്റ് നടക്കട്ടെ. അവർ ഫുള്ളായിട്ട് ആരോഗ്യത്തോടെ വരട്ടെ. ക്യാൻസർ നിമിത്തം വിഷമിക്കുന്ന രോഗികളുടെ വിവരങ്ങൾ ഇവിടെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ടെലഫോൺ നമ്പറും പ്രേം കേരള നമ്പറുകളൊക്കെ കൊടുക്കുന്നത് ഒത്തിരി നല്ലത് തന്നെയാണ്. ഇല്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. എത്ര ടെലഫോൺ വന്നാലും ഞങ്ങൾ അത് എടുക്കും. പക്ഷേ മീറ്റിങ്ങിലാണെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്താൽ എടുക്കാൻ പറ്റത്തില്ല. നേരിട്ട് വന്ന് നിൽക്കുന്ന ആളിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോണിൽ വരുന്നത് ഒന്നാമത് എൻ്റെ അടുത്ത് ഫോൺ പോലും കാണില്ല. സോ ആ വിവരം നേരത്തെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ എഴുതി വെക്കും. ഇല്ല, വാട്സാപ്പിൽ 5000 അവസാനിക്കുന്ന നമ്പറിൽ ആ വിവരം വോയിസ് ക്ലിപ്പ് ചെയ്താൽ മലയാളം ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഒന്നും ഇടേണ്ട കാര്യമില്ല. വോയിസ് ക്ലിപ്പ് ഇട്ടാൽ മതി. എൻ്റെ ബ്രദറിന് ആക്സിഡൻറ്റ് പറ്റി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, എക്സാമ്പിൾ വെല്ലൂർ ഹോസ്പിറ്റലായിരിക്കുന്നു, പ്രാർത്ഥിക്കണം, അല്ല മെഡിക്കൽ കോളേജില്ല. ഇത്രമാത്രം മതി. ഒരു വിശദീകരണത്തിൻ്റെയും ആവശ്യമില്ല, അല്ലേ? നമുക്ക് വേഗം ആ വിവരം എഴുതിയെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമുള്ള ടെലഫോൺ ലൈനുകളാണ് കാണുന്നത്, സ്ക്രീനിൽ കിട്ടുന്നത്. സംശയ നിവാരണ ശുശ്രൂഷ അല്ല പ്രേം കേരള. ധാരാളം സെമിനാരികൾ നമുക്ക് ഇഷ്ടംപോലെ കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. ആ സംശയങ്ങൾ അവിടെയുള്ള അധ്യാപകരെ കണ്ടുപിടിച്ച് ആ സംശയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് വളരെ ഉപകാരമായിരിക്കും. വേദനിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ഒരു സെക്കൻഡ് വേഗതയിൽ അവരെ എത്തുവാൻ സാധിച്ചു, അല്ലേ? നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആരെയും നമ്മൾ ഒഴിവാക്കാൻ നോക്കുന്നില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്നലെയൊക്കെ പല കോളുകളുണ്ട്. മീറ്റിങ്ങിനിടയ്ക്ക് എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല, ആരാന്നൊട്ട് നമുക്ക് അറിയത്തുമില്ല. അവർ ചിലപ്പോൾ വിഷമിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും വിളിക്കത്തില്ല. അപ്പോൾ അതിലും പകരം വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ ആ വിവരം, വിളിക്കുന്നത് ആരുടെ കാര്യമായി പറയുന്നത്, ഏത് രാജ്യത്തു നിന്ന് ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്, ആ വിവരം കൂടെ അങ്ങ് പറഞ്ഞാൽ നമുക്കത് വ്യക്തമാകും. നമ്മൾ ആളിനെ കാണണ്ട, പോയി കണ്ട് എഴുന്നേൽപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, ജീവിപ്പിക്കുന്ന യേശു ഉള്ളതിനാൽ നമുക്ക് ഉള്ള സൗകര്യങ്ങളെ, പരിമിതമായ സൗകര്യങ്ങൾ നമുക്കുള്ളത് നല്ല രീതിയിൽ അത് ഉപയോഗിച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് ഈ സഹായം എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. യേശു എത്ര നല്ലവൻ, യേശു എത്ര മതിയായവൻ. ബലമില്ലാത്തവന് ബലം നൽകുന്ന കർത്താവ്. ഇന്ന് ആ ഹൃദ്രോഗികൾ സൗഖ്യമാകട്ടെ, ആ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ, ഹൃദയത്തിൻ്റെ ദ്വാരങ്ങൾ അടയട്ടെ, താളപ്പിഴകൾ മാറട്ടെ. യേശുവിൻ്റെ സൗഖ്യം. ഇപ്പോൾ കുറേ കേസുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തിൻ്റെ വാൽവുകൾക്ക് ലീക്ക് വരുന്നു. അത് നിമിത്തം വിഷമിക്കുന്ന കുറേ പേരുടെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ
ത്വക്ക് രോഗങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്ന, ക്യാൻസർ നിമിത്തമൊക്കെ വിഷമിക്കുന്നവരുടെ വിവരങ്ങളുണ്ട്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഹൃദയത്തിന്റെ വാൽവ് അടയാത്തൊരു കുഞ്ഞ് ഓർക്കുന്നില്ലേ, കോഴിക്കോട് വന്ന് പ്രാർത്ഥിച്ച് ആ കുഞ്ഞ് ഉണ്ടായപ്പം നമ്മുടെ ശ്വാസം എടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഭക്ഷണം കഴിക്കുമ്പോൾ അത് അടയണം. അല്ലാതെ ശ്വാസം എടുക്കുമ്പോൾ തുറക്കും. അതില്ലാത്ത ഒരു കൊച്ചിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നു. ആ കൊച്ചിന് സൗഖ്യമായി, പുതിയ വാൽവ് കർത്താവ് അവിടെ ഉണ്ടാക്കി കൊടുത്തു. മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആ കുഞ്ഞിനെ ഇട്ടിട്ട് അവർ വരിക നോക്കണം. ആ അപ്പനും അമ്മയല്ല, അപ്പനും അമ്മയും കൂടെ, വല്യമ്മയും കൂടെ വന്നത്. കുഞ്ഞിൻ്റെ അടുത്ത് അമ്മ ഹോസ്പിറ്റലുണ്ട്. അവിടെ വന്നത്. പക്ഷെ രണ്ടാമത് അവർ വന്നത് ആ കുഞ്ഞുമായിട്ട്, സൗഖ്യമായ കുഞ്ഞ്, ഒരു മേജർ സർജറിയൊക്കെ പറഞ്ഞിടത്ത് കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. ഈ ആഴ്ചയിൽ നമുക്ക് ശനിയാഴ്ച സുൽത്താൻ ബത്തേരിയിൽ മിൻറ്റ് ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രേയിങ് കേരളയുടെ കുടുംബയോഗം നടക്കുന്നുണ്ട്. പറ്റുന്നവരൊക്കെ അവിടെ വരണം. മീറ്റിങ്ങുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടും ഇവിടുത്തെ ബന്ധപ്പാടുകൾ മീൻസ് വിളിക്കുന്നവരുടെയും കോളുകളും ഒക്കെ വർദ്ധിക്കുന്നത് കൊണ്ടും ചിലപ്പോഴെങ്കിലും എല്ലാ മീറ്റിങ്ങുകൾക്കും എനിക്ക് പേഴ്സണലി എത്തിച്ചേരാൻ സാധിച്ചു എന്ന് വരികയില്ല. അപ്പം ഒന്നുകിൽ കോട്ടയത്ത് എത്തിച്ചേരുക ഞായറാഴ്ച ദിവസം, അല്ല എങ്കിൽ ഇച്ചിരി ദൂരം യാത്ര ചെയ്താലും ആ മീറ്റിങ്ങുകൾക്ക് എത്തിച്ചേരും. വയനാട് ഞാനും എൻ്റെ കൂടെ സഹോദരങ്ങളും മിൻ ഫ്ലവർ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നു. സണിജൻ വരുന്നുണ്ടോ? നമ്മൾ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ വ്യക്തിക്ക് വേണ്ടി അടുത്ത ആഴ്ച നമുക്ക് ചൊവ്വാഴ്ച 27 പാലക്കാട് ടൗണിലുള്ള IMA ഹാളിൽ വെച്ച് ഇന്ത്യൻ മിഷൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഞാനൊരു IMAയുടെ ഭാഗം, ഇന്ത്യൻ മിഷൻ അസോസിയേഷന്. അപ്പോൾ ഇത് ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, തൃശ്ശൂരിൽ നിന്ന് ഇന്നലെ വിളിച്ച് ചോദിച്ചു പാലക്കാട് ഞാൻ വരുമോയെന്ന്. തീർച്ചയായിട്ടും വരും. അടുത്ത മാസമാണെങ്കിലും എനിക്ക് തൃശ്ശൂർ വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം പറ്റുന്നവരൊക്കെ കിട്ടുന്നിടത്തൊക്കെ പോവുക. ഇപ്പം നോക്കി കണ്ടില്ലേ, ആ കൊച്ചിനെ സർജറി ചെയ്യാനായിട്ട് ഡോക്ടർമാർ നിൽക്കുമ്പോൾ, അത് ചെയ്താൽ ആ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ഡോക്ടർമാർ തന്നെ പറയുമ്പോൾ പിന്നെ എന്തിനാ സർജറി? അതേ ഉള്ളൂ ഓപ്ഷൻ. അതൊരു പരിശ്രമം മാത്രം, ഇല്ലാത്തൊരു അവയവം അവിടെ ഉളവാക്കിയെടുക്കണം. അതാണ്. മാത്രമല്ല അതിൻ്റെ ഫങ്ഷനും ശരിയായി വരണം. ആ ഡോക്ടർമാർ അത് പറയുമ്പോൾ ആരോ അവർക്ക് പറഞ്ഞു കൊടുക്കുക, പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നൊരു യേശു. അമ്മയും കുഞ്ഞിനെ വെന്റിലേറ്ററിലും അമ്മയെ അവിടെ പുറത്തുവാക്കിയിട്ട് ഭർത്താവും അതിൻ്റെ അമ്മയും കൂടെ ഓടിയ കുടുംബയോഗത്തിൽ വരിക. കോഴിക്കോട് ടൗൺ അല്ലേ, CSI ഓഡിറ്റോറിയത്തിൽ പാരിഷ് ഹാളിൽ നടക്കുന്ന കുടുംബയോഗത്തിൽ വന്നു പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന് കർത്താവ് സൗഖ്യം നൽകിക്കൊടുത്തു. ഈ യേശു എത്ര നല്ലവൻ! നാം ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ യേശു എത്ര നല്ലവൻ! വിശ്വാസത്തോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, സകല ക്യാൻസർ പേഷ്യൻസിനെ സൗഖ്യമാക്കുന്നു. കർത്താവെ, വിവിധ സ്റ്റേജുകളിലൂടെ പോകുന്ന കർത്താവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. ഹാർട്ടിൻ്റെ വാൽവിന് തകരാറുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ബ്ലോക്കുള്ളവരെ സൗഖ്യമാക്കുന്നു. ലങ്സ് ചുരുങ്ങി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിൽ അവരെ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. കുടൽ രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഛർദ്ദിക്കുന്ന അസുഖമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. വയർ സംബന്ധമായ സകല രോഗങ്ങൾ സൗഖ്യമായിട്ട്, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫൈൽസ് ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിസ്റ്റുല ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. ലിവർ ഫംഗ്ഷൻ ശരിയാകാത്തവരെ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ യേശുവെ, അങ്ങയുടെ നാമം അവരുടെ മേൽ കൊണ്ടുവരിക. യേശു അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവേ, സ്വർഗീയ പിതാവേ, രോഗത്താൽ വിഷമിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രോൺസ് രോഗനിമിത്തം വിഷമിക്കുന്ന ആ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. യേശുവിൻ നാമത്തിൽ വയറിൽ നിന്ന് പഴുപ്പ് പോകുന്ന രോഗികളുണ്ട്. സർജറികളും മരുന്നുകൾ കഴിച്ചിട്ടും സൗഖ്യമില്ലാതെ വിഷമിക്കുന്ന അനേകരുണ്ട്. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ നിറവ് കൊണ്ട് നിറയണമേ. കുടലിലുണ്ടാകുന്ന അൾസർ സൗഖ്യമാകട്ടെ. ലങ്സ്, ശ്വാസകോശം ചുരുങ്ങുന്നു, പ്രവർത്തിക്കുന്നില്ല, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലൂടെ പോകുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കരൾ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ മാറട്ടെ.
യേശുവിൻ്റെ സൗഖ്യത്താൽ അവർ സൗഖ്യം ആകട്ടെ. ഹൃദ്രോഗികൾ സൗഖ്യമാകട്ടെ. ഏതുതരം രോഗമാണെങ്കിലും ഏത് അവയവത്തെ ബാധിച്ചതാണെങ്കിലും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ സൗഖ്യമാക്കുന്നു. ലോർഡ്, വി പ്രേ ഫോർ പീപ്പിൾ ഹു ആർ അൺവെൽ ടുഡേ, വാട്ട് എവർ ബി ദെയർ ഡിസീസസ്, സിക്നെസ്സസ് ആൻഡ് കണ്ടീഷൻസ്. ഓ ലോർഡ്, we bring your wholeness over each one of them. Wherever they are, let your going power rest upon them and raise them up, O God, as it is in your holy scriptures, O Lord. Bless us together. മറ്റാവശ്യങ്ങളിൽ വിഷമിക്കുന്നവരുണ്ട്, അവിടുന്ന് സഹായിക്കും. വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കുന്നു. എക്സാംസ്, യാത്രയിൽ എല്ലായിടത്തും അവരോടുകൂടി ഇരിക്കണം. നല്ല വഴികൾ, നന്മകൾ തുറന്നു കൊടുക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ പിതാവേ, രഹസ്യരോഗത്താൽ വിഷമിക്കുന്ന സ്ത്രീകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും അവരുടെ മേൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. സ്വർഗത്തിലെ ദൈവമേ, യൂട്രസിൽ മുഴയുള്ളവർ, ബ്ലീഡിങ്ങിനാൽ വിഷമിക്കുന്നവർ, ഇപ്പോഴവർ സൗഖ്യമാകട്ടെ. സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ ഓരോ വ്യക്തിയിലേക്കും ഞങ്ങൾ കൊണ്ടുവരുന്നു. മഞ്ഞപ്പിത്തം കൂടിയവരുണ്ട്, ഇപ്പോഴവർ സൗഖ്യമാകട്ടെ. ഹാർട്ടിന് ഹോളുള്ളവർ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴവർ സൗഖ്യമാകട്ടെ. ദൈവിക സ്വസ്ഥതയും സമൃദ്ധമായ ജീവനും ഓരോ വ്യക്തിയിലേക്കും കൊണ്ടുവരുന്നു. കർത്താവായ യേശുവെ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സാമ്പ്രദായ നമ്മൾ ദൈവവചന ഭാഗങ്ങൾ ക്രമമായിട്ട് വായിക്കുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 77, 78, 79 ഈ 3 അധ്യായങ്ങളാണ് വായിക്കുന്നത്. ഇന്നലെ നമുക്ക് പുനലൂർ കുടുംബം ഉണ്ടെന്നല്ലോ. അവിടെ വന്ന കുടുംബാംഗങ്ങളിലൊക്കെ ആ സാക്ഷ്യങ്ങളൊക്കെ അനേകർ അവർക്ക് യേശു പ്രവർത്തിച്ച ആ സാക്ഷ്യങ്ങൾ കേൾക്കുന്നു. ഇന്നലെ ഒരു പിതാവ് അവിടെ വരുമ്പോൾ, ഒരു മാതാവ് അവിടെ വരുമ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം, അമ്മയ്ക്ക് വളരെ നാളുകളായിട്ട് നടുവിനൊക്കെ പ്രോബ്ലമാണ്, സൗഖ്യമാകുന്നില്ല. ഒത്തിരി ചികിത്സയെ കഴിഞ്ഞിട്ട് എന്നിട്ട് സൗഖ്യമില്ലാതെ വളരെ വിഷമിക്കുക. ആ സമയത്ത് ആ പ്രിയങ്കളെ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിച്ച് കിട്ടിയ എണ്ണ ശരീരത്തിൽ പുരട്ടി പ്രാർത്ഥിച്ചോ കർത്താവ് പൂർണ്ണമായും സൗഖ്യം ആ അമ്മയ്ക്ക് നൽകി കൊടുത്തു. ഇന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ, അവരവരുടെ വിശ്വാസം അല്ലേ, ആ ബൈബിൾ അങ്ങനെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് എണ്ണയും വെള്ളവും ഒക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്ന സിനിമതരെ എല്ലായിടത്തും കൃഷിയിൽ ഒരു 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 ഭയങ്കര ഒരു ഉണർവ നമുക്ക് കാണാൻ പറ്റും. മീൻസ് കൃഷികളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നു. കർഷകർ തന്നെ എത്രയോ പേരുടെ കടക്കെണികൾ മാറുന്നു, ആത്മഹത്യകൾ മാറുന്നു. കർത്താവ് എൻ്റെ സന്നിധി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് തന്നെയല്ലേ, ആത്മഹത്യ ഇല്ലാത്ത ഒരു ഇന്ത്യ നാം ജീവിച്ചിരിക്കുമ്പോൾ ഉളവാകണം. നമ്മുടെ വാഴക്കുലകൾ അനുഗ്രഹിക്കുന്നു. ഇന്നലെ വണ്ടി ഇവിടോട്ട് വരുമ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളോട് വണ്ടി നിർത്തി ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഏതോ തോട്ടത്തിൽ പോയിട്ട് നമ്മൾ വരിക, അത് മുഴുവൻ വാഴക്കുലയും സാധനങ്ങൾ, ചക്ക, മറ്റ് സാധനം, ഇതൊന്നും ഉണ്ടാകാതിരുന്നിടത്ത് പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുപോയി തളിച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ദൈവം മണ്ണിനെ സൗഖ്യമാക്കി. ദൈവമാണ് നമുക്ക് ഉയർച്ച തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ കൃഷിയിടങ്ങൾ, നമ്മുടെ പ്രകൃതി, ഇന്ന് പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസം പ്ലാന്റ് എ ട്രീ. ഫെബ്രുവരിയിൽ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത്, നമ്മൾ ഓരോ ഫെബ്രുവരിയിലും ഒരു മരം നടുക. ഏറ്റവും കുറഞ്ഞത് ഒരു ചെറിയ മരം, ഒരു മരം എവിടെയെങ്കിലും നടുക. റോഡിൻ്റെ സൈഡിലോ, പ്രകൃതിയുടെ സൗഖ്യത്തിന് വേണ്ടി. അവരവർക്ക് വസ്തു ഇല്ല, ഒരു കുപ്പിക്കകത്തൊരു ചെറിയ ചെടിയാണെങ്കിലും വേണ്ടില്ല. അപ്പോൾ അടുത്ത 10 ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാകണം. ആനിവേഴ്സറി ഡേ മുതൽ നമ്മൾ അങ്ങോട്ട് മരങ്ങൾ നടും. വി വിൽ പ്ലാന്റ് ട്രീസ് ആൻഡ് പ്രിസർവ് അവർ എർത്ത് അല്ലേ. നമ്മുടെ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കണം. നമുക്ക് ബൈബിൾ അതാ വ്യക്തമാക്കുന്നത്. ദൈവം നമുക്കെന്നാ പാർക്കുവാനുള്ള സ്ഥലം, എത്ര ലക്ഷം ബോട്ടിൽ എണ്ണയാണ് സിനിമതരെ നമുക്ക് ആളുകൾക്ക് സൗജന്യമായി പ്രാർത്ഥിച്ച് കൊടുക്കാൻ സാധിച്ചത്. അതൊന്നും വെറുതെ ആകുന്നില്ല, അതൊക്കെ മറുപടികൾ കൊണ്ടുവരും. അതെ, ഒന്നെങ്കിൽ ആ പ്രിയപ്പെട്ടവർ അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സൗഖ്യമില്ലാതെ മറ്റു വിഷമിക്കുന്നവർക്ക് അത് കൊടുക്കുന്നു, ആ പ്രിയപ്പെട്ടവരും സൗഖ്യമാകുന്നു. ഇതിന് കാരണം, ഇത് സൗജന്യമാകാൻ കാരണം ഇതിന് വിലയില്ലാത്തത് കൊണ്ടല്ല. എനിക്കറിയാം നമുക്ക് എന്തുമാത്രം രൂപ ഇതിന് ഓരോ മാസവും നമ്മൾ അടയ്ക്കുന്നതെന്നുള്ളത്. പക്ഷെ അതിന് കാരണം സൗജന്യമാക്കിയത് താങ്കളെ കൊണ്ട് കഴിയുന്നത് ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ ചെയ്യുന്നത് കൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ സന്ദർഭത്തിൽ അറിയിക്കുമ്പോൾ ആ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് സിനിമതരെ നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾ സാധ്യമാകട്ടെ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. യാക്കോബ് 5:14-15 വായിക്കുന്നത്, നിങ്ങൾ രോഗികളായിരിക്കുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തുവിനാർ, കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ചേർന്ന്
ചേർന്ന് നാം പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾ കരങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണ, വെള്ളം, ആ ഡോക്യുമെന്റ്സ്, ആഹാര പദാർത്ഥങ്ങൾ, ആ ഡയറികളിൽ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാത്തിന്മേലും അങ്ങയുടെ അനുഗ്രഹത്തെയും സൗഖ്യത്തെയും അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കണം. പ്രകൃതി അങ്ങ് സൗഖ്യമാകണം, കൃഷി മേഖലകളെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. സകല മേഖലയിലും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവരേ, ഇന്ന് പ്രേയിങ് കേരള 4191 ദിവസങ്ങൾ പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുമ്പോൾ, ഇത് ജിനു തങ്കൻ തോമസ് അറിയിക്കുന്നത് അമ്മ ഓമനയുടെ 72ാമത്തെ ബർത്ത്ഡേ ആണെന്ന്. സാറാമ്മ ജോർജ് പന്തളത്തുനിന്ന് അറിയിച്ചിരിക്കുന്ന ഐഷ വിനോദിന്റെ 17ാമത് ബർത്ത്ഡേ ആണ്. വത്സല രാജേന്ദ്രൻ മുതുകുളത്തുനിന്ന് അറിയിച്ചിരിക്കുന്ന മകളുടെ 20ാമത് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിയിച്ചിരിക്കുന്നു. അന്നമ്മ കൊടിയൻ പത്തനംതിട്ട അറിയിക്കുന്നത് കൊച്ചുമകൻ എഡ്വിന്റെ 4th ബർത്ത്ഡേ ആണ്. ജയ ജോസഫ് യൂട്യൂബിലൂടെ ഇപ്പോൾ പങ്കെടുക്കുന്നു. മകന്റെ 11ാമത് ബർത്ത്ഡേ ആണ്. ജാൻസി അനീഷ് അറിയിക്കുന്നത് ഇന്ന് 1st വെഡിങ് മകൾ ആനിവേഴ്സറി ആണ്. ഷീജയുടെ ബർത്ത്ഡേ ആണ്. 41ാമത് തിരുവനന്തപുരത്ത് വിവരം അറിയിച്ചിരിക്കുന്നു. ഏലിയാമ്മ കോട്ടയത്ത് അറിയിക്കുന്നത് മകന്റെ 43ാമത്തെ സാംബിനുവിന്റെ ബർത്ത്ഡേ ആണെന്ന് നെയ്യാറ്റിങ്കരയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു. മകൾ സൂസൻ ചെറിയാന്റെ ബർത്ത്ഡേ ആണെന്ന് ഇത് ബോംബെയിൽ നിന്ന് വിവരം അറിയിച്ചിരിക്കുന്നു. നമ്മൾ പേരുകൾ പറഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാവർക്കും ദൈവം നന്മ നൽകട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് ബർത്ത്ഡേസ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവെ, ഓരോ വ്യക്തിയിലും യേശുവിൻ്റെ സൗഖ്യത്തെയും നന്മയും അനുഗ്രഹത്തെയും ഞങ്ങൾ കൊണ്ടുവരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പാടുന്നു, എൻ്റെ യേശുവേ നീ എത്ര നല്ലവൻ. കർത്താവിന് പുകഴ്ചയും ആരാധനയും എല്ലാം അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. Beloved, all of us are born and created to be winners always in Jesus. എന്നും യേശുവിൽ വിജയാളികളാകുവാൻ നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പാടുന്നു.